പ്രാരംഭ പ്രാർത്ഥന. നീതിമാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിചരിച്ചുകൊണ്ടിരുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിചരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ആരും ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശ് വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങൾ അറിയിച്ച കർത്താവേ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ കുരിശുകൾ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴി കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലത്ത് വെച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ പാപമൊന്നും ചെയ്യാതിരിക്കുന്ന ദൈവപുത്രനായ ഈശോയെ വിധിക്കുവാനായിട്ട്, മനുഷ്യരുടെ ഹൃദയങ്ങളെ, കഠിന ഹൃദയങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനായിട്ട് ഈശോ തന്നെ മനുഷ്യകുലത്തിന്റെ മുമ്പിൽ ഒരു നിസ്സാരനായ നിലകൊള്ളുന്ന ഈശോയുടെ സ്നേഹമാണ് എല്ലാത്തിനും കാരണമായത്. ഈശോയുടെ പരിശുദ്ധമായ സ്നേഹമാണ് ഈശോയെ വിധിക്കുവാനും വധിക്കുവാനും ഒക്കെ കാരണമാക്കിയത്. ആ വേദനയോട് ഐക്യപ്പെടുവാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കാരണമായി വിധിയും കുറ്റവും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ ഈ സഹനത്തോട് ഐക്യപ്പെട്ട് നമ്മുടെ വേദനകളെല്ലാം അതിജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഫ്രീഡം. ഒന്നാം സ്ഥലം, ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പിലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ച് വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പിലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവെ അനുഗ്രഹിക്കും. പരിശുദ്ധ മാതാവേ, കുരിശ് ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഈശോ ഒരു പാപവും ചെയ്യാതിരിക്കുമ്പോഴും ലോകത്തിന്റെ സകല പാപങ്ങളെയും ചുമലിലേൽക്കുവാനായിട്ട് ഈശോ ഒരു സ്നേഹത്തോടെയാണ് പാപഭാരങ്ങൾ ഏറ്റെടുത്തത്. ഈശോ ചുമന്ന കുരിശിന് യഥാർത്ഥത്തിൽ ഈശോയുടെ ഭീകരമായ സഹനങ്ങൾ ഉണ്ടാക്കി. കാരണം ഈശോയ്ക്ക് എടുക്കാവുന്നതിനേക്കാൾ കനത്ത ഭാരമായിരുന്നു. മാത്രമല്ല, ഈ ലോകത്തിന്റെ സർവ്വപാപങ്ങളുടെ ഭാരം ഈ മരത്തിന്റെ മേല് ആവാഹിക്കുമ്പോഴേക്കും ആ മരത്തേക്കാൾ ഭീകരമായിരുന്നു പാപത്തിന്റെ ഭീകരമായ കടങ്ങളുടെ പാപഭാരം. അത് മുഴുവനും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഈശോയുടെ തിരുത്തോളിൽ അനുഭവിച്ച മാരകമായ വേദനയുടെ യോഗ്യതയാണ്. ക്ഷുദ്ര സഹിച്ചിട്ട് ഈശോയെ വിശ്വസിക്കാത്ത, ദൈവഭയമില്ലാത്ത എല്ലാ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാം സ്ഥലം, ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോമിശിഹ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക. സ്നേഹിതന്മാർ ആരുമില്ല.
യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളതന്നെ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, പഠിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലത്ത് വെച്ച് ഈശോ 1-ാം പ്രാവശ്യം വീഴുമ്പോൾ ഈശോ അനുഭവിച്ച മാരകമായ ഹൃദയവേദനയും ശരീരവേദനയും വേദനയും എല്ലാം ഈശോ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴും ഈശോയ്ക്ക് അതിനെ ആശ്വാസമായിട്ട് ഒരു കണ്ണുമോ ഒരു സംസാരമോ ഒരു ചലനമോ പോലും അനുഭവിക്കുവാനായിട്ട് നമ്മളൊക്കെ നമ്മള് ഒരുപാട് ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സങ്കടങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാല് നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇവിടെ ഈശോ അങ്ങനെ ഒരു അവസ്ഥ, ഒരു സാഹചര്യം ഒട്ടും തന്നെ ഇല്ല. എല്ലാം കൊടുത്തിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ഒന്നും അനുഭവിക്കാനായിട്ട് ഒരാളുടെ പോലും സ്നേഹമോ സഹതാപമോ സ്വീകരിക്കാൻ പറ്റാത്ത വിധം, അനുഭവിക്കാൻ പറ്റാത്ത വിധം, കാണാൻ പറ്റാത്ത വിധം ഈശോയുടെ മുമ്പിലായിട്ടുള്ള ഈശോ വലിയ വേദനയായിരുന്നു. ഒരുപാട് അനുഗ്രഹിച്ച മനുഷ്യർ തന്നെ ഈശോയെ ക്രൂശിക്കുവാൻ, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ശബ്ദം ഈശോയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ വേദന, അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവർ അവർ തന്നെ അപമാനിച്ചു കൊണ്ടുപോകുന്ന ആ വേദനയുടെ യോഗ്യതയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ സഹായിച്ചവർ നമ്മൾ നിന്ദിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ വേദനകളോടും ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗ്രേസി പൗലോസ് പ്രാർത്ഥിക്കാം. 3-ാം സ്ഥലം. ഈശോ മിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ, അവിടുത്തെ മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പു വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവെ, ഞാൻ വഹിക്കുന്ന മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവെ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലത്ത് വെച്ച് ഈശോ വഴിയിൽ വെച്ച് എന്റെ അമ്മയെ കാണുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈശോ ആരാണെന്ന് വ്യക്തമായി അറിയുന്ന ഏക വ്യക്തി പരിശുദ്ധ മറിയം മാത്രമായിരുന്നു. അമ്മയുടെ മുമ്പിൽ ഈശോ അനുഭവിച്ച വേദനകളുടെ മുമ്പിൽ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം സഹായമായ അവസ്ഥയിലായിരിക്കുന്ന സമയങ്ങളുടെ ഭീകരമായ സങ്കടങ്ങളുടെ യുഗതയായിരുന്നു. ഒരുപാട് നീതി നിഷേധിക്കപ്പെട്ടതും ധാർമ്മികമായ അനുഗ്രഹത്തിനെ നിഷേധിച്ചും അപമാനിച്ചും കടന്നു പോകുന്നതുമായി സമൂഹത്തിന്റെ മുമ്പിൽ നിസ്സഹായരായി ജീവിക്കുന്ന നിസ്സഹായതയുടെ വേദനയില് പട്ടിണിയിലും ദാരിദ്ര്യം ദുരിതങ്ങളിലും പീഡനങ്ങളിലും ആയിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവനെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരാം. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലത്ത് വെച്ച് ശിമയോൻ ഈശോയെ സഹായിക്കുകയാണ്. മനുഷ്യർക്ക് ഈശോയെ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് തന്റെ ജീവൻ നിസ്സാരമാണെങ്കിലും എത്ര ബലഹീനനാണെങ്കിലും ദൈവത്തിനെ സഹായിക്കുവാൻ സാധിക്കുമെന്ന തിരിച്ചറിവോടുകൂടെ മനുഷ്യകുലത്തെ അറിയിച്ച ഈ സമയങ്ങളുടെ യുഗിരിയാൽ ശിമയോൻ എന്നൊരു വ്യക്തി സാധാരണ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുക്കുന്നതും സഹായിക്കുവാൻ വിളിക്കുന്നതും എല്ലാം ദൈവമാണ്. ദൈവമാണ് എല്ലാത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയുവാൻ ഈശോയുടെ പരിശുദ്ധമായ കുരിശിനെ താങ്ങുവാൻ മനുഷ്യകുലത്തിന് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോരുത്തരും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിഹാരം ചെയ്യുമ്പോൾ, വേദനയോടുകൂടി ഈശോയുടെ മുമ്പിൽ കരുണയയച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മറ്റൊരു ശിമയോനായി മാറുകയാണ് ഈ ഒരു കൃപ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പും പ്രത്യേകമായ അനുഗ്രഹത്തിന്റെ യോഗ്യതയിൽ വഴിയാണിത്. സംരക്ഷിക്കപ്പെടുവാനും ദൈവകൃപയിൽ നിന്ന് നിലനിർത്തുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ബെഞ്ചമിൻ. 5-ാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടെ നിന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ ഒരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു.
ഫെബ്രീൻകാരനായ മനുഷ്യൻ അലക്സാണ്ടർ റോപ്പോസിന്റെയും പിതാവായിരുന്നു. അവിടത്തെ കുറിച്ച് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ചെറിയ സഹോദരന്മാരെ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധേ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ ഹൃദയത്തിൽ പ്രചരിപ്പിക്കണമേ. ആറാം സ്ഥലത്ത് വെച്ച് വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ ഈശോയുടെ വലിയൊരു ആശ്വാസമായ ഒരു വ്യക്തി, ഒരു നിസ്സാരയായ ഒരു വ്യക്തി മാറുക. നമ്മുടെ ഏറ്റവും ചെറിയ ഈശോ പറയുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അത് ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അത് വലിയൊരു പ്രതിഫലം കൊടുക്കുന്ന ആൾക്ക് ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് വെറോനിക്ക ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, സ്നേഹമാണ് അത്രയും മാരകമായ പീഡനങ്ങളുടെയും പാപികളുടെയും ആ ഹൃദയത്തിലുണ്ടായിരുന്ന സ്നേഹം പ്രതിബന്ധതകളെ എല്ലാം തുടച്ചു മാറ്റി ആ സ്നേഹത്തിന്റെ ശക്തിയുടെ അനുഗ്രഹത്തിന്റെ യോഗ്യതയാൽ ആ മുഖം തിരുമുഖത്തിന്റെ ഉള്ള എല്ലാ രക്തക്കറകളും ഈശോ അനുഭവിച്ച വേദനകളെയും വെറോനിക്ക എന്ന ഒരു നിസ്സാരയായ ഒരു സ്ത്രീ അടച്ചു മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിലും കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ മറ്റുള്ളവരുടെ വേദനകളോട് ഐക്യപ്പെടുവാനും മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേൾക്കുവാനും മറ്റുള്ളവരുടെ മുറിവുകൾ വെച്ച് കെട്ടുവാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങളെല്ലാം മറ്റൊരു വെറോനിക്കയായി മാറുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ്. നമുക്ക് അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ സമയങ്ങളെ കൃത്യമായി ഉപയോഗിച്ച് മറ്റൊരു വെറോനിക്കയായി മാറുവാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് സകല മക്കളെയും സഹായിക്കണമേ എന്നാണ്. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിഷ്ണുപുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമർപ്പിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രത്യുബന്ധം അറിയുന്നില്ല. പരമാത്മ ഹൃദയത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്റെ തുവാലയെടുത്തു രണ്ട് മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ ഞങ്ങളുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലത്ത് വെച്ച് ഈശോ രണ്ടാം പ്രാവശ്യം വീഴുകയാണ്. ഈ സമയം ഈശോയുടെ മറ്റൊരു വേദനയാണ്. ദൈവകൃപ
വ്യക്തിപരമായും വ്യക്തമായി അറിഞ്ഞിട്ടും സ്വാർത്ഥതയിലൂടെ അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കുകയും സ്വന്തം ആത്മാവിനെ വലിയ പാപകടങ്ങളാക്കി വെച്ച് ജീവിതത്തെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടെ മുന്നോട്ട് നയിക്കുമ്പോഴും അവർക്ക് നാശത്തിന്റെ ഭീകരതയുടെ പടുകുഴികളെ കുറിച്ചുള്ള അജ്ഞത മൂലം അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ഈ വേദനകളിൽ അനുഭവിച്ച ഈ ഈശോയുടെ ഹൃദയവേദന, ശരീരവേദന, ആത്മവേദന എല്ലാം ഈശോയ്ക്ക് തളർന്നു പോകുവാനും ഈശോയുടെ കൈകാൽ കുഴഞ്ഞ് വീണു പോകുവാനായിട്ട് ഇടയാവുന്ന അവസരങ്ങളെ ഓർത്ത് നമുക്ക് ഹൃദയം പ്രാർത്ഥിക്കാം. ദൈവകൃപ ഉണ്ടായിരുന്നിട്ടും ദൈവകൃപയോട് സ്നേഹത്തോടും വിശ്വസ്തതയും പുലർത്താതെ ജീവിക്കുന്ന ഓരോ മക്കളെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 7-ാം സ്ഥലം. ഈശോമിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടുരക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്നും രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധേ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ സ്ഥലത്ത് വെച്ച് ഈശോമിശിഹാ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ വായിച്ചറിയുന്നത് ദൈവം മാത്രമാണ്. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്രമാത്രം നന്മ ചെയ്താലും എത്രമാത്രം പ്രാർത്ഥിച്ചാലും പ്രവർത്തിച്ചാലും അത് എത്രത്തോളം ലക്ഷ്യബോധവും ശുദ്ധ മനസ്സതയും ആത്മാർത്ഥതയും സ്നേഹമുണ്ടെന്ന് നന്നായിട്ടറിയാം. നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ ഓരോ ചിന്തകളും വ്യക്തമായി അളന്നു തൂക്കുന്ന കർത്താവിന്റെ മുമ്പിൽ ഈശോയ്ക്ക് കൂടുതൽ വേദന ഉണ്ടാകാൻ നമ്മുടെ ചിന്തകൾക്ക് കാരണമാകാതിരിക്കുവാനും ായിട്ട് ജെറുസലേം പുത്രികള് ഈശോയുടെ ആ വേദനയെ കണ്ട് വേദനയോടുകൂടെ തന്നെ ആ രക്ഷകനായ ദൈവത്തിന്റെ മുറിവുകളോടും സഹനങ്ങളോടും ഐക്യപ്പെട്ടുകൊണ്ട് ഈശോയുടെ മുറിവുകൾ അവരുടെ മുറിവുകളായി, ഈശോയുടെ വേദന അവരുടെ വേദനയായി, ഈശോയുടെ സങ്കടങ്ങൾ അവരുടെ സങ്കടങ്ങളായി മാറിയപ്പോഴാണ് അവർക്ക് കണ്ണുനീരും വേദനയുമായി മാറിയത്. അത് കണ്ടിട്ടാണ് ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നുന്നത്. നമുക്കും ഇങ്ങനെ ഒരു ചിന്തയും ആഗ്രഹവും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മയും സത്യസന്ധതയും വിശ്വസ്തതയും ആത്മാർത്ഥതയും സ്നേഹവും നിറഞ്ഞതായിരിക്കും. അനുഗ്രഹത്തിനായിട്ട് എല്ലാ മക്കളെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നേ. 8-ാം സ്ഥലം. ഈശോമിശിഹാ ഓർശ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടുരക്ഷിച്ചു. ഓർശ്ലേമത്തിന്റെ തെരുവുകളിൽ ശബ്ദമായി പതിവില്ലാതെ ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്യൻ കൊമ്പുകളും ജൈവിളികളും അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർശ്ലേം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും
ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മനസ്സിലേക്ക് ഇടാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പിതാവേ, തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചൊറിപ്പിക്കണമേ. സ്ഥലത്ത് വെച്ച് ഈശോ മൂന്നാം പ്രാവശ്യം വീഴുമ്പോ ഈശോയുടെ പരിശുദ്ധമായ കൃപയെ നിഷേധിക്കലും ധാരാളമായി ദൈവം കരുണ കാണിക്കുന്നുണ്ട്. അവരുടെ സ്വാർത്ഥതമായ ജീവിതങ്ങൾ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ അതും ദൈവം സ്വാതന്ത്ര്യത്തോടുകൂടെ പക്ഷെ അവരുടെ ആത്മാവ് ഭീകരമായ കടത്തിലാണ്. പലരും സമ്പത്തിൽ ആശ്രയിക്കുന്നുണ്ട്, അറിവില്, ശക്തിയില്, ആരോഗ്യത്തില്, പലവിധ കഴിവുകളിൽ മാത്രം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ തന്നെയാണ് അവര് ആശ്രയിക്കുന്നത്. അനുഗ്രഹദാതാവായ ദൈവത്തെ ആശ്രയിക്കുന്നില്ല എന്നുള്ള ആ വലിയൊരു അപകടകരമായ ആത്മാവിന്റെ അവസ്ഥ വലിയ അപകടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. സത്യം തിരിച്ചറിയുവാനുള്ള കൃപ എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ ദൈവിക ജ്ഞാനത്താൽ നയിക്കണമേ. ഒൻപതാം സ്ഥലം. ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധപുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കും. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശയാകുന്നു ഞാൻ എന്ന് ശാമൂലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടിഞ്ഞ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചൊളിപ്പിക്കണമേ. സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയാണ്. മനുഷ്യന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്ന പോലെയല്ല ദൈവപുത്രനായ ദൈവത്തിന്റെ തന്നെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നത്. ഇതിന് ഭീകരമായ പടം വരുത്തിവെക്കുന്നു. കഠിന ഹൃദയങ്ങൾക്ക് തന്നെ ദൈവം അനുവാദം കൊടുത്തത് മനുഷ്യരുടെ ജഡിക പാപങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ദൈവം അനുവദിക്കാതെ ദൈവത്തിന്റെ ശരീരത്തിലോ ദൈവത്തിന്റെ അരികത്തോ നിൽക്കാനോ ദൈവത്തിന്റെ മുമ്പിൽ യാതൊരു പീഡനങ്ങൾ അഴിച്ചുവിടാനോ സാധിക്കില്ല. കാരണം ഇതൊരു പരിഹാര ബലിയുടെ അനുഗ്രഹത്തിന്റെ യാത്രകളുടെ ഒരുക്കമാണ്. അത് പൂർത്തീകരിക്കുന്നത് അതിന്റെ സമയം തന്നെയാണ്. ദൈവത്തിന്റെ കൃപയാണ് ആ സമയങ്ങളിൽ അനുഭവിച്ച ഈശോയുടെ സഹനങ്ങൾ. അത് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ക്ലേശകരമായ എല്ലാവിധ വൈകൃതങ്ങളെയും പരിഹാരം ചെയ്യുവാൻ, പ്രത്യേകിച്ച് ജഡിക പാപങ്ങളുടെ ഭീകരമായ ആർഭാടങ്ങളിലും ആസക്തികളിലും ഒക്കെ ജീവിക്കുമ്പോഴും മനസാന്തരമില്ലാതെ
സ്വന്തം ശരീരം വിറ്റും കാശുണ്ടാക്കിയും മറ്റുള്ളവരെയും അതുപോലെ പ്രലോഭനങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ആത്മാക്കൾക്ക് ഭീകരമായ കടം വരുത്തി വെച്ചിരിക്കുന്ന എല്ലാ കടങ്ങളെയും ഈശോയുടെ സ്വന്തം ശരീരത്തില് പരിഹാരം ചെയ്യുവാനായിട്ട് ഈശോ നൽകിയ സ്നേഹത്തിന്റെ കരുണയെ നിഷേധിക്കുകയും വിശ്വസിക്കാതെയും ചെയ്യുന്ന എല്ലാ മക്കളുടെയും മനസ്സാന്തരത്തിന് വേണ്ടി പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടുഷിച്ചു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞ് കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ മേലങ്കയ്ക്ക് അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച് മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഒരുക്കി മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധേ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 11-ാം സ്ഥലത്ത് വെച്ച് ഈശോമിശിഹായെ കുരിശിൽ തറക്കപ്പെടുന്ന സമയമാണ്. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹമാണ് എല്ലാ പീഡനങ്ങളെയും ഈശോ സ്വീകരിക്കുന്നതിനിടയായി. ഈശോക്ക് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹവും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹവും പോലെയല്ല. പിതാവായ ദൈവം ഈ ലോകത്തോടുള്ള സ്നേഹം അത് ആഴക്കടലിനേക്കാൾ ആഴമേറിയതാണ്. ഈശോയുടെ സ്നേഹത്തില് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഈശോ അനുഭവിച്ച ഓരോ വേദനകളും വിലയില്ലാതാക്കി നമ്മുടെ ബുദ്ധിയോട് ചിന്തിച്ച് നമ്മളുടെ ശക്തി കൊണ്ട് അത് സ്വീകരിച്ച് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഫലം. എന്നാൽ ഇതിന്റെ എല്ലാ അടിസ്ഥാനം ഈശോ നമ്മൾക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുടെ യോഗ്യതകളുടെ അനുഗ്രഹ ഭണ്ഡാരത്തിൽ നിന്നാണ് നമുക്ക് ഇന്ന് വരെ ദൈവം അനുവദിച്ചു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും. ഈശോയുടെ പ്രതി കൈയും കാലുകളും വെച്ച് നീട്ടുമ്പോൾ ഈശോ അനുഭവിച്ചത് വളരെ ഭീകരമായ വേദന. പച്ച ശരീരത്തിലേക്ക് ആണി അടിച്ചു തറക്കുമ്പോൾ ഈശോ അനുഭവിച്ച മനുഷ്യർക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത വിധം വലിയ വേദനയാണ്. പക്ഷെങ്കിലും ആ വേദന നമ്മളുടെ ഹൃദയത്തിലേക്ക് അന്യപതിക്കാത്തത് കൊണ്ട് ഒരു നിസ്സാരമായ വേദനയാക്കി ലോകം അതിനെ നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വേദനയോട് ഐക്യപ്പെടുവാൻ ഈശോയെ സ്നേഹിക്കുന്നവർ പൂർവ്വങ്ങൾക്കും സാധിക്കുന്നതിനും ആ പാപകടങ്ങളോട് കർത്താവിന്റെ കരുണയാല് പരിഹാരം ചെയ്യുവാണ് കൃത്യമായിട്ട്. 12-ാം സ്ഥലം 12-ാം സ്ഥലം 11-ാം സ്ഥലം ഈശോമിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടുഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിയ വൃത്തിയില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു.
ഈശോ അങ്ങയോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്ത് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയുന്നേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചുറപ്പിക്കണമേ. 12ാം സ്ഥലത്ത് വെച്ച് ഈശോയെ കുറിച്ച് മരിക്കുന്നു. അറിയാം, ഏറ്റവും ഈശോ നമ്മുടെ സ്നേഹത്തെ പ്രതി അനുഭവിച്ച 7 മണിക്കൂറുകളുടെ എല്ലാ സങ്കടങ്ങളും 3 മണിക്കൂർ നമുക്കറിയാം. ഒരു 5 മിനിറ്റ് നമ്മൾ കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൈകൾക്ക് അത്ര ആരോഗ്യമില്ല. കാരണം കൈകൾ അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകളോളം ഈശോ 3 ആണികളാല് തറക്കപ്പെടുകയും ഈശോയുടെ ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത വിധമാണ് ഈ കൈയും കാലൊക്കെ ആനകളും ഒക്കെ തറച്ചു വച്ചിരിക്കുന്നത്. കൈകളിൽ കൂടിയും കാലുകളിൽ കൂടിയും കിട്ടുന്ന ശക്തിയുടെ സഹായത്താലാണ് ഓരോ ശ്വാസവും നമ്മൾ ശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആനകൾ തറച്ചു വയ്ക്കുമ്പോൾ ഈശോ അനുഭവിച്ച വേദന ഭീകരമാണ്. ആ ഭീകരമായ സ്ഥലങ്ങളുടെ മുമ്പിൽ മരണമൊഴിയായി കുറെ കാര്യങ്ങൾ കുറിച്ച് കിടന്നുകൊണ്ട് പറഞ്ഞ് ലോകത്തോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, മണിക്കൂറുകൾ നീണ്ട ഈ വേദനകളുടെ മുമ്പിൽ അനുഭവിച്ച വേദനകളുടെ യോഗ്യതയാണ് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കാത്ത മക്കളോട് ക്ഷമിക്കാൻ, സഹിക്കുവാനായിട്ട് കിട്ടാത്ത കൃപകളുടെ ശക്തിക്ക് വേണ്ടി പലപ്പോഴും പല സങ്കടങ്ങളും സഹിക്കാൻ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ ഈ സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള സഹായവും കൃപയും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പൊറുക്കാൻ പറ്റാത്ത പലവിധ വേദനകളും മുറിവുകളും ഉണ്ട്. അതെല്ലാം ഈശോയെ മണിക്കൂറുകളിലൂടെ മറക്കാനും പൊറുക്കുവാനുള്ള കൃപ നൽകണമേ. ശത്രുക്കളെ സ്നേഹിക്കുവാനും ചെയ്യുന്നത് അറിയില്ല എന്ന് പറഞ്ഞ് ദാവായ ദൈവത്തോട് കരുണയയച്ച് മധ്യസ്ഥം വഹിക്കുന്ന ഈശോയുടെ ഹൃദയ സ്നേഹത്തോട് ഐക്യപ്പെടുവാൻ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നമ്മുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന അനേകം മക്കളുണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങളിലും ഈശോയുടെ ഒരു കിറ്റ് രക്തത്തിന്റെ അനുഗ്രഹത്തിന്റെ യോഗ്യതയിലേക്ക് കൂടെയും ചേർത്ത് വെക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 12ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശീല നടുവേ കീറി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കണ്ടു നിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദിസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങ് ദിവ്യ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി.
ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവ. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധേ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർച്ചറപ്പിക്കണമേ. 13-ാം സ്ഥലത്ത് വെച്ച് ഈശോയെ മടിയിൽ കിടത്തുന്ന തന്റെ ഹൃദയഭാരവും വേദനയും ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് എല്ലാം സമർപ്പിച്ചത് വിശ്വസ്തയോടെ നിലകൊള്ളുന്ന അമ്മയെ നമുക്ക് ധ്യാനിക്കാം. ദൈവമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിത പൂർണ്ണത തന്റെ പിതാവായ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കുന്നതിലൂടെയാണ്. ആ മനുഷ്യാത്മാവിന്റെ ആത്മാവും ശരീരവും ഈ ഭൂമിയിൽ ധന്യമാകും. പ്രത്യേകമായിട്ടും അമ്മയുടെ ഈശോയുടെയും ഈ സമർപ്പണ ജീവിതത്തിന്റെ യോഗ്യതയാണ് നമ്മുടെ ജീവിതങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇത് മനസ്സിലാകാത്ത പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങളുടെ വിശ്വാസ ദുർബലതയും ഭയമില്ലാതെ ദൈവാരാധനകളെയും ദൈവ ശുശ്രൂഷകളെയും പങ്കുകൊള്ളുമ്പോഴും ഈശോ അനുഭവിച്ചതും അമ്മ അനുഭവിച്ചതുമായ മഹാപീഡനങ്ങളുടെ മുമ്പില് ഞാൻ നിസ്സാരക്കാരിയായി ഒരു സാധാരണ വിശ്വാസിയായി നിൽക്കുമ്പോൾ ഇത്രയും എത്രമാത്രം വേദനയോടുകൂടെയാണ് ആ സമയങ്ങളിൽ നമ്മൾ കാണുന്ന തിരിച്ചറിവുണ്ടാവുക. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളുടെയും ജീവിതങ്ങളില് ദൈവമേ അവിടുന്ന് അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തിയെ തിരിച്ചറിയുവാനുള്ള ഒരു ഇപ്പം നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 13-ാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. അന്ന് ആഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യഹൂദന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. മൂലം കുരിശിൽ തറപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്നു മിശിഹായോടുകൂടെ കുരിശിൽ തറക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്തു ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ മത്സ്യലോകത്തിന്റെ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ എന്ത് യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടമാർക്ക് വിവരിക്കാൻ കഴിയും. ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തു മുതൽ സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ കണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്രോതനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ 4-ാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ദൈവകൃപയും കരുണയും കല്ലറയിൽ അടക്കം ചെയ്ത് അവിടെ അടച്ചു വയ്ക്കുന്നില്ല. ഉദിതനായ ക്രിസ്തുവിലേക്കാണ് കല്ലറ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. മരണം അവസാനമല്ല, ഉത്ഥാനത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ഒരിക്കലും ശരീരം നമ്മളെ ഇവിടുന്ന് അഴിച്ചു മാറ്റുമ്പോൾ ആത്മാവ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എടുക്കപ്പെടുകയാണ്.
മക്കളെ ഭൂമിയിൽ ചെയ്ത നന്മകളും പുണ്യങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ നമ്മുടെ എത്ര ഹൃദയവിശുദ്ധിയോടും കൂടെ ചെയ്തു എന്നതിന്റെ തോതനുസരിച്ചിട്ടാണ് നമുക്ക് ഈ രഹസ്യത്തിന്റെ അനുഗ്രഹ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന നമ്മളുടെ സത്യത്തെ തിരിച്ചറിയാത്ത എല്ലാ മക്കളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിണാമസ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധപുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. അനന്തരം പിലാത്തോസിന്റെ അനുഗ്രഹത്തോടെ റാംസാക്കാരനായ യോസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 രാത്രികളോളം സുഗന്ധക്കൂട്ടുമായി നിക്കോദെമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂദന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാപനം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോയോടെ സംസ്കരിച്ചു. പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. സ്വന്തമായ മഹത്വത്തിലേക്ക് പ്രവേശിച്ചമിശിഹായെ അങ്ങയോടുകൂടി ഇരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ അങ്ങയോടുകൂടി പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്രോസ്തനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ ാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന് പ്രിയപുത്രനെ തൃപ്തൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും പുരുഷമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും ദക്ഷിണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, അങ്ങയുടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മനസ്താപ പ്രകടനം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും വിനായിക്കപ്പെടുവാൻ യോഗ്യമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ രക്ഷപ്പെടുത്തി നരകത്തിനർഹിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ